ഭഗവാനെ, ഇതെന്റെ എത്രാമത്തെ പെണ്ണ് കാണലാന്ന് ചോദിച്ചാ പറഞ്ഞു തരാൻ എന്റെ മനസ്സിൽ കണക്കുകളൊന്നും സൂക്ഷിച്ചിട്ടില്ലേ. ഇന്നത്തെ പെണ്ണ് കാണലെങ്കിലും ഓക്കെ ആവണേ. റിട്ടയർ ആവുന്നതിന് മുമ്പ് ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി അന്തരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണേ എന്റെ ഭഗവാനെ. ഓ, ഗൗളി ചെലച്ചു. ഇത് നടക്കും ഉറപ്പാ. മോനെ, ഗൗളിയല്ല, ഇതമ്മ ഗൗരിയാണ് ജനിച്ചത്. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നേ? പിന്നെ നിനക്ക് ഇത്തിരി സമാധാനം കിട്ടിക്കോട്ടെ എന്നോർത്ത് ഞാൻ ഗൗളിയുടെ ശബ്ദത്തിൽ ഡബ് ചെയ്തല്ലേ. അമ്മ ഒരു കാര്യം ആലോചിച്ചോക്കെ, എനിക്ക് എന്താ അമ്മ ഒരു കുറവ്? സൗന്ദര്യത്തിന് സൗന്ദര്യമില്ലേ, പിന്നെ? ജോലിക്ക് ജോലിയില്ലേ, വാട്ടർ അതോറിറ്റിയിലെ സൂപ്രണ്ടന്റ്, പിന്നെ വീടിന് വീടില്ലേ, വസ്തുവിന് വസ്തുവില്ലേ, എന്താ അമ്മ എനിക്കൊരു കുറവ്? എന്റെ പൊന്നുമോനെ രമണ, നിനക്ക് കുറവല്ല, നിനക്ക് കൂടുതലാണ്. എന്ത് വയസ്സ്? എടീ, കല്യാണ മാർക്കറ്റിലേ ചെറുക്കന്റെ ജോലിക്കൊന്നും അല്ല വില, ചെറുക്കന്റെ വയസ്സിനാണ് വില. എന്താന്ന് വെച്ചാല് ഒരു പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോ പെണ്ണ് വീട്ടുകാർ ചോദിക്കും, ചെറുക്കന്റെ വയസ്സ് എത്രയും? അതൊരു 20 എന്ന് പറയുമ്പോ ആ പെണ്ണിന്റെ മുഖത്ത് തന്നെ ഒരു ഭാവമുണ്ട്, താമരിങ്ങനെ വിരിഞ്ഞു നിൽക്കണ പോലെ ഇരിക്കും. അതൊരു 30 എന്ന് പറയുമ്പോ താമരിങ്ങനെ കൂമ്പി അടഞ്ഞ പോലെ നടന്ന്. അതൊരു 40 എന്നെങ്ങാനും പറഞ്ഞാലാ ദേ കിടക്കണ ചട്ടിയെങ്കിലും ആ ചെറുക്കനെയും വേണ്ട, കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. നിനക്കും 40-45 വയസ്സിന് മേലായില്ലേ? നീ വയസ്സങ്ങനത്തെ പെണ്ണ് കേട്ടാനാടാ. എന്റെ ദൈവമേ, എല്ലായിടത്തും ഉണ്ട് അമ്മമാര്, മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന അമ്മമാര്. എനിക്കുണ്ടൊരു അമ്മ, എന്നെ തകർക്കാനായിട്ടൊരമ്മ. എന്താ കാര്യം? നീ പോയി ഷർട്ട് എടുത്തിട്ടുണ്ടെന്ന് സൂര്യ ഇപ്പൊ വരുമെന്ന്. ആ ഷർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇന്ന് ഇട്ടോണ്ട് പോകാനായിട്ട് അലക്കി തേച്ച് വെച്ച ഷർട്ട് എവിടെ? അത് നിന്റെ അനിയൻ ചെറുക്ക് എടുത്തിട്ടുണ്ട്, പുറത്തോട്ട് പോയി. ഇട്ടോണ്ട് പോയോ? അയ്യോ, ജോൾസരി പ്രത്യേകം പറഞ്ഞതാ, ഇന്ന് ആ ഷർട്ട് ഇട്ടോണ്ട് പോയാ ഇന്നത്തെ കല്യാണവും പെണ്ണ് കാണലും ഒക്കെ ഓക്കെയാന്ന്. അത് മുടങ്ങിയല്ലോ എന്റെ ദൈവമേ. ഇന്ന് ഞാൻ പോയിട്ട് വരട്ടെ, ബാക്കിയുള്ളത് അപ്പോ കേട്ടാ. ഇത് എന്ത് പരാത്തി ചെറുക്കൻ.